ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ ഒരു കുക്കിംഗ് വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫിഷ് കറിയാണ്. ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയിലോട്ടുള്ള മെയിൻ താരത്തെ പരിചയപ്പെടാം. ഒരു കഷ്ണം കുമ്പളങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഒരു 100 ഗ്രാം കുമ്പളങ്ങ ഉണ്ടാവും. നമ്മുടെ കുമ്പളങ്ങേനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ മീൻ കറിയിൽ നമ്മൾ കുമ്പളങ്ങയുടെ കൂടെ ചേർക്കുന്നത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ചെറിയ മത്തിയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫിഷ് കറിയിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇതിലോട്ടായിട്ട് ഞാൻ ഒരു 10 ചെറിയ ഉള്ളി ചതച്ചതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലോട്ടായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും 4 പച്ചമുളക് കീറിയതും. ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയിലോട്ടുള്ള അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി നാളികേരം എടുത്തിട്ടുണ്ട്, 3 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും. ഈ മീൻ കറിക്ക് ഞാനിവിടെ തക്കാളിയോ സബോളയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പുളിക്കായിട്ട് ഇത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള നമ്മുടെ സാദാ പുളി പിഴിഞ്ഞിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇതാണ് നമ്മൾ നമ്മുടെ മീൻ കറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കറി വെക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാവാൻ തുടങ്ങി. ഇനി നമുക്ക് കടുകിടാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഉലുവ ഇടാം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം പച്ചമണം മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർക്കാം. നമുക്കിനി ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം എല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം, അതല്ല പച്ചയ്ക്ക് അരയ്ക്കണമെങ്കിൽ അങ്ങനെയും അരയ്ക്കാം. നമ്മുടെ മുളക് പൊടിയെല്ലാം പച്ചമണം മാറി നന്നായി ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. നിങ്ങൾക്ക് കുടംപുളി ഇടാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കുടംപുളി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് കുമ്പളങ്ങ ചേർക്കാം. ഈ കറിയിൽ നമ്മൾ തക്കാളി സവോളയൊന്നും ചേർക്കുന്നില്ല. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ കറിയാണല്ലോ, കുമ്പളങ്ങയും മത്തിയും ഉള്ള ഒരു കറിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ സവോളയോ തക്കാളിയോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കില്ല. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങയെ നന്നായിട്ട് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മത്തിയെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഇതിലത്തെ ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണം. എനിക്കിവിടെ കുറച്ച് കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ്. നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മത്തി ആഡ് ചെയ്യാം. ഞങ്ങൾ തൃശ്ശൂർക്കാരൊക്കെ ഇതിനെ ചാളാന്ന് കേട്ടോ പറയാം. ഞാനിവിടെ പാലക്കാട്ടുകാരൻ്റെ കൂടെ ചേർന്നതിന് ശേഷം ഇതിനെല്ലാം മത്തിന്ന് വിളിക്കാൻ തുടങ്ങി.
നമ്മൾ മത്തി ഇട്ടതിന് ശേഷം ഇനി കയ്യിൽ വെച്ച് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ചട്ടി എടുത്ത് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മുടെ മത്തിയും കുമ്പളങ്ങയും എല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് തിക്കായി വരട്ടെ. അങ്ങനെ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തിയും കുമ്പളങ്ങയും എല്ലാം നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൽ 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ഇതിൻ്റെ മീതെ കൂടെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.